വെള്ളിയാഴ്ച മുഴുവൻ എല്ലാവരും പള്ളികളിൽ സംഗമിക്കുന്നു, മദ്രസകളിൽ പഠനം നടത്തുന്നു. തങ്കപ്പെട്ട ആൾക്കാർ തന്നെ. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ ഒളിച്ചോട്ടമില്ലായിരുന്നു കൊറോണക്ക് മുമ്പ് വരെ. പോലീസിന് ഏറ്റവും സമാധാനമുള്ളൊരു സാധനമാണ് ഒളിച്ചോട്ടം. അല്ല, നാട്ടുകാർ പെണ്ണുങ്ങളും ആണുങ്ങളും ഒളിച്ചോടുന്നതല്ല പ്രശ്നം. ബാപ്പക്കും ഉമ്മക്കും വീട്ടിൽ നിന്ന് കരഞ്ഞാൽ മതി, ബയ്യനോടേണ്ട പോലീസല്ലേ. അതുകൊണ്ട് തന്നെ പോലീസിന് ഒളിച്ചോടുക എന്ന് പറയുമ്പോൾ ഭയങ്കര, അല്ലെങ്കിൽ സൂയിസൈഡ്, ആത്മഹത്യ, അതും മുസ്ലിം സമുദായത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ കൊറോണയ്ക്ക് ശേഷം എല്ലാം കണക്കായിപ്പോ. ആരാ അയലോടിയല്ല ഓടുന്നതെന്ന് ആർക്കും തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പിന്നെയും അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ കുടുംബ സംഗമത്തിന്റെ നേതൃത്വം ഈ ആത്മഹത്യയെക്കുറിച്ചും ഒളിച്ചോട്ടത്തെക്കുറിച്ചും ഒക്കെ നമ്മളെ കുടുംബത്തിനോട് പറഞ്ഞു കൊടുക്കണം. മക്കളുടെ മനസ്സിൽ ഉമ്മേന്റെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നായില്ല, ഒരു കുട്ടി ഒളിച്ചോടൂല. അതിന് മക്കളോട് ചോദിച്ചു നോക്ക്, ഉമ്മേനെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു നോക്ക്. ഒന്ന് വെറുതെ ചോദിക്കണം കേട്ടോ, വീട്ടിൽ പോയിട്ട് ഉമ്മേനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം. ഈറ്റകൾ പറയുന്നതെന്നാ അറിയാം, ഉമ്മയാ പൊട്ടത്തിയാടാ പൊട്ടത്തി, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന പൊട്ടത്തി. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ബാപ്പയോ? ബാപ്പ പണ്ടേ പൊട്ടനാണല്ലോ. മനസ്സിലായി? ഈറ്റകൾ പറയുന്ന വർത്താനാണ്. ഒന്നാ സ്കൂളെ മാഷ്, എന്ത് മാഷ്, ഞാള് പോകുന്നതുകൊണ്ട് അവർക്ക് ശമ്പളം കിട്ടുന്നല്ലാണ്ട് വേറെ എന്ത് കോണ ഐറ്റികളെ കൊണ്ടുവന്ന്, ഇങ്ങനെ സകലത്തിനോടും പുച്ഛമുള്ളൊരു സാധന. എന്നാലോ നിങ്ങൾക്ക് മക്കളൊട്ട് ഭയങ്കര വിശ്വാസമാണ് താനും.